എൻ്റെ കരിയർ തകർക്കും, കരിയർ തുലയ്ക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് പോസ്റ്റുകളും കമൻറ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ ഗോപിക ബാബുവിൽ നിന്ന് ഡോക്ടർ കിഴക്കൂട് ഗോപിക ബാബുവായി മാറും. പക്ഷേ ഈ എൻ്റെ കരിയർ തീർക്കാൻ നടക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ 3 വർഷം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെങ്കിലും പുറത്ത് കടക്കണം തന്നെ പറയാനുള്ളത്. ഉമർ ഖാലിദിനും ഷിർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധത്തിൽ ചില മുദ്രാവാക്യങ്ങൾ അപകീർത്തിപരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും സർവകലാശാല തന്നെ കോടതി പോലീസിനെ സമീപിക്കുകയും എല്ലാം ചെയ്യുന്നൊരു സമീപനമുണ്ടായി. അതിന് പിന്നാലെ ആ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഇപ്പോൾ നടക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് JNU സർവകലാശാലയിലെ SFI നേതാവും യൂണിയൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഗോപികയാണുള്ളത്. ഗോപികയ്ക്കെതിരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടക്കുന്നത്. മലയാളികളുടെ ഭാഗത്തു നിന്നുകൊണ്ടുൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുകയാണ്. എങ്ങനെയാണ് ഇതിനേക്ക് കാണുന്നത്? ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇത്രയധികം സൈബർ അറ്റാക്കുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ആൻറ്റി നാഷണൽ, അർബൻ നക്സൽ, ഫ്രിഞ്ച് എലമെൻ്റ് എന്നുള്ള വാക്കുകൾ JNUയുടെ മേലെ ഇപ്പോൾ ആദ്യമായിട്ടല്ല വരുന്നത്. നമ്മൾ സർവകലാശാലയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡാണ് എഡ്യൂക്കേഷൻ്റെ മീനിങ് തന്നെ. അപ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ എതിരെ എപ്പോഴൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടോ അപ്പോൾ ഈ അർബൻ നക്സൽ, ആൻറ്റി നാഷണൽ എന്നുള്ള ഒരു മുദ്ര കുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂണിയൻ ഈ ഒരു മീഡിയ അറ്റാക്കിനെ കാണുന്നത്. പിന്നെ അന്ന് നടന്നത് 5 ജാനുവരിക്കാണ് JNUവിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ടീച്ചേഴ്സിൻ്റെ എതിരെ JNU യൂണിവേഴ്സിറ്റി ഫീ ഹൈക്കിൻ്റെ മൂവ്മെൻറ്റിനെതിരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വയലൻറ്റ് അറ്റാക്ക് വന്നത്. അത് വീഡിയോയിലും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. വയലൻസ് പരിഷത്തിൻ്റെ ABVPൻ്റെ ആൾക്കാർ തന്നെയാണ് വന്ന് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ 5 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരാളുടെ അഗേൻസ്റ്റ് ഒരു നടപടി പോലും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നോ ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ കമമറേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് അന്ന് രാത്രി നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്രതിഷേധിച്ചത് ഈ സർക്കാരിൻ്റെ എതിരെയാണ്. അതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് കാണുന്നതിലും ഉപരി ഒരു ഐഡിയോളജിക്ക് അഗേൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ആയിട്ട് തന്നെ കാണണം. കൂടുതലും മലയാളി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിറയുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെതിരെ എന്തെങ്കിലും നടപടിയായിട്ട് പോകുന്നു? കൂടുതൽ പോസ്റ്റുകളിലും എൻ്റെ കരിയർ തകർക്കും, കരിയർ തുലയ്ക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് പോസ്റ്റുകളും കമൻറ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന യാർഡ് സ്റ്റിക്കിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടുകൂടെ ഞാൻ പറയണതാണ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തും മിറാൻഡ ഹൗസ് വൺ ഓഫ് ദി ടോപ്പ് സോഷ്യോളജി കോളേജസിലാണ്. അവിടെ എനിക്ക് 2nd റാങ്ക് ആയിരുന്നു. ഇവിടെ ഞാൻ സോഷ്യോളജി പഠിച്ചത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് സോഷ്യോളജിയിലെ സെൻറ്റർ ആയിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഗോൾഡ് മെഡലാണ്. ഇപ്പം ഞാൻ JNUവിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ തിരുച്ചി ദാസ് ഗുപ്തയുടെ അണ്ടറാണ്, ഹൂസ് വൺ ഓഫ് ദി ലീഡിങ് എക്കണോമിസ്റ്റ്. അപ്പോൾ ഈ 3 വർഷം കഴിയുമ്പോൾ ഞാൻ ഗോപിക ബാബുവിൽ നിന്ന് ഡോക്ടർ കിഴക്കൂട് ഗോപിക ബാബുവായി മാറും. പക്ഷേ ഈ എൻ്റെ കരിയർ തീർക്കാൻ നടക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ 3 വർഷം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെങ്കിലും പുറത്ത് കടക്കണം തന്നെ പറയാനുള്ളത്. സർവകലാശാലക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഈ പ്രതിഷേധത്തിന് ശേഷം? അങ്ങനെ ഇല്ല, സർവകലാശാലയിൽ ഒരു നോർമൽ പ്രൊട്ടസ്റ്റ് തന്നെയായിരുന്നു അന്ന് നടക്കുന്നത്. ഈ രാജ്യത്തിൽ ഒറ്റാകെ മീൻസ് എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ എതിരായിട്ടോ എന്തെങ്കിലും ഒരു ഒപ്രസീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഗവൺമെൻറ്റിനെതിരെ അപ്പോൾ ഒക്കെ പ്രതിഷേധിക്കുന്ന ഒരു യൂണിയനും ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ് JNUവിലുള്ളത്. അപ്പോൾ അന്നും JNUവിൻ്റെ ഉള്ളിൽ നടന്ന ഒരു വയലൻസിനെ കമമറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തിയ ഒരു ഇവൻ്റാണ്. JNUവിൻ്റെ ഉള്ളിൽ വെരി നോർമൽ എൻവയൺമെൻറ്റാണ്. ഞാനിപ്പോൾ ജയിലിലാണ്, തിഹാർ ജയിലിലാണെന്നൊക്കെ പല പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പറയാണ്, ഞാൻ എൻ്റെ ലൈബ്രറിയിൽ നിന്നാണ്, ഇതെൻ്റെ സർവകലാശാലയാണ്, അവിടെ നോർമൽ സിറ്റുവേഷനാണ്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. കാരണം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എടുക്കുന്ന നിലപാട്, ഇപ്പോൾ JNU ടീച്ചേഴ്സ് അസോസിയേഷൻ പോലും ഒരു സോളിഡാരിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രയൊക്കെ സപ്പോർട്ട് നമുക്ക് വിത്തിൻ ദി യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒപ്രസീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒപ്രഷൻ മാറി നിന്നാൽ സോളിഡാരിറ്റി നമുക്ക് വേണ്ടി വരുന്നത് പല കോണിൽ നിന്നാണ്. FIRകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട്?
സൈബർ ബുള്ളിങ് ആയിട്ട് ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ സൈബർ പോലീസായിട്ട് ഇന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയും യൂട്യൂബിലൊക്കെ കുറേ അധികം പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എതിരെയും ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കുകൾക്കെതിരെ അതിനെ നിയമപരമായി തന്നെ നേരിടാനായിട്ടാണ് ഗോപികയും സംഘടനയും എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അപകീർത്തികരമായിട്ട് ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് മലയാളികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഹരി മുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.